കുഞ്ഞുങ്ങൾ പോയെടുത്തുനിന്ന് ഇപ്പോൾ 3-4 സ്ഥലത്തേക്കാണ് അവർ സെപ്പറേറ്റ് ആയി ചെയ്തിട്ടുള്ളത്. എനിക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു കുട്ടീനെ കൊണ്ട് നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണമെന്നുള്ളത്. പലരും നമുക്ക് പോസിറ്റീവായിട്ടൊരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അമ്മമാരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അതിൻ്റെ ബന്ധുക്കളെ കുറച്ച് പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചതിൽ നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്ത ഒരാൾ, അതിലൊരു പേരൻ്റ് തന്നെയാണ്. അവരുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നത്, പക്ഷേ അവർ പോയിട്ട് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ അടുത്ത് ചോദിച്ചതിൽ മുഴുക്ക സത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ചൈൽഡ് ലൈൻ അത് പൂർണ്ണ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഗിരിജയ്ക്ക് ജാമ്യം കൊടുത്താൽ അത് സത്യമല്ല, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ആ സ്ത്രീ അത് ചെയ്തിട്ടുണ്ടെന്ന് കുഞ്ഞുങ്ങളിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. അവിടെ വന്ന് വെരിഫൈ ചെയ്ത മനുഷ്യർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും എന്താണ് ആമാന്തിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ എപ്പോഴോ പിടിപെടും. ഈ സ്ത്രീയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. അവർക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കാൻ പോവുകയാണോ? എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത്? ഇത്തരത്തിലുള്ള വൃത്തികെട്ട പെണ്ണുങ്ങൾക്കാണോ ഇവിടെ വാല്യൂ? കുറെ ഗുണ്ടികൾ ഇറങ്ങി നടപ്പുണ്ട്. കുറെ പെണ്ണുങ്ങൾ അവരവരുടെ സാമാനം വിറ്റ് അതിൽ കൂടെ ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്താണ് ഇവിടെ നടക്കുന്നത്? സാധാരണ മനുഷ്യർക്ക് ജീവിക്കണ്ടേ? എത്ര വലിയ അന്യായം നടന്നിട്ട് എന്തുകൊണ്ടാണ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഗവൺമെന്റുകൾ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മെയിൻ സ്ട്രീം മീഡിയകൾ അവരുടെ പേര് പോലും പറയാൻ ഭയപ്പെടുന്നത്? അത്രയ്ക്ക് ഭയങ്കരിയോ? അപ്പോൾ ഓർത്ത് നോക്കൂ, UP ഒന്നുമല്ല, നമ്മുടെ കേരളം തന്നെയാണ് ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്നത്. ഒരു വൃത്തികെട്ട വെടല സ്ത്രീ കാലങ്ങളായി പെൺകുട്ടികളെയും കുഞ്ഞുമക്കളെയും അമ്മമാരെയും പീഡിപ്പിക്കുകയും കൊല്ലുകയും മർമ്മസാനത്ത് മുളക് തേക്കുകയും തല്ലുകയും പൊള്ളിക്കുകയും ഒക്കെ ചെയ്തിട്ട് എല്ലാം കൃത്യമായ തെളിവുൾപ്പെടെ ഓരോരുത്തർ വന്ന് വായ്മൊഴി പറഞ്ഞിട്ട് ആ നാട് ഒന്നടങ്കം നിന്നുകൊണ്ട് അവർക്കെതിരെ ശക്തമായി നിലകൊണ്ടിട്ട് പോലും അധികാരികൾ അവർക്കെതിരെ ഒന്നും എടുക്കാത്തത് കഷ്ടമെന്നല്ലാതെ ഒന്നും പറയാനില്ല. ഏതായാലും ഞാൻ നിങ്ങൾക്ക് അപ്ഡേഷൻ തരുമെന്ന് പ്രോമിസ് ചെയ്തത് കൊണ്ട് തന്നെ ഈ വോയിസ് ഞാനിവിടെ പ്ലേ ചെയ്യുന്നു. ആ കുഞ്ഞുങ്ങളെ പോയി കണ്ടിരുന്നു. കുഞ്ഞുങ്ങൾ ഇപ്പോൾ സന്തോഷത്തിലാണ്, സേഫ് കസ്റ്റഡിയിലാണ്, സ്വസ്ഥമായി നിൽക്കുന്നു. പക്ഷേ ആ കുഞ്ഞുങ്ങളോട് കാര്യം ചോദിച്ചപ്പോൾ മുഴുക്ക സത്യം എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ ഇതുവരെ എന്തൊക്കെ പുറത്തു വിട്ടോ അതൊക്കെ കുട്ടികൾ സമ്മതിക്കുന്നുണ്ട്. ഇനി പുറത്തുനിന്ന് ഒരു വിറ്റ്നസിൻ്റെ പോലും ആവശ്യമില്ല. കുട്ടികളോട് ചോദിച്ചാൽ മാത്രം മതിയാകുന്ന കാര്യങ്ങളാണ്. ഇത്രയും വൃത്തികെട്ടൊരു ജന്തുവാണ് ഈ സ്ത്രീ. സ്ത്രീയെ നാട്ടുകാർ തല്ലിയാണ് തീർക്കേണ്ടതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നന്ദി. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കുഞ്ഞുങ്ങൾ സേഫ് ആണോ അല്ലയോ എന്നറിയാൻ ഒരുപാട് പേര് ആഗ്രഹിച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെക്കുന്നത്. താങ്ക് യു. പോയിട്ട് അവർ സംസാരിച്ചു. അവർ പറഞ്ഞു പിന്നെ കുഞ്ഞുങ്ങളെല്ലാം മാറ്റി 4 സ്ഥലത്തേക്കാണ് മാറ്റിയത്. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഇവിടെ കിട്ടിയായിരുന്നു. അന്ന് ദിവസം തന്നെ ഞങ്ങൾ അവിടെ പോയി അന്വേഷണം നടത്തി. അത് സത്യമാണെന്ന് കണ്ടെത്തി. അതിന് വെളിച്ചത്തിലാണ് ഞങ്ങൾ അവിടെ നിന്നും ബ്ലോക്ക് എല്ലാവരും കൂടെ വന്നാണ് ഞങ്ങളത് മാറ്റിയത്. അപ്പോൾ സത്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്, സേഫ്. അതുകൊണ്ടാണല്ലോ മാറ്റിയത് കുഞ്ഞുങ്ങളെ. അതെ, എക്സാക്ട്ലി. അല്ലാതെ ഇവര് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലല്ലോ. അല്ലല്ല, അതെ. പിന്നെ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ കുട്ടികളോട് സംസാരിക്കണം. നല്ല ഇതിൽ ഇപ്പോൾ അവിടുത്തെ ചാർജ് കൊടുത്ത സുനിൽ എന്ന് പറഞ്ഞ സാറിനാണ് കൊടുത്തേക്കുന്നത്. ആർക്കാ? സുനിൽ. ഓക്കെ. മറ്റേ ആളെ മാറ്റിയപ്പോൾ 3 പേരേ ഉള്ളൂ. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിട്ടാണ് ചെന്നത് കേട്ടോ. ഭയങ്കര മഴയാണ്. ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോഴത്തേ അമ്മമാരൊക്കെ വന്നു. ഇനി അവിടെ എന്തൊക്കെ നടന്നു നമുക്കറിയത്തില്ല കേട്ടോ. അന്നേരം ആ സമയത്തൊക്കെ വന്ന് എല്ലാവരും ദേഷ്യമൊക്കെ പെട്ട് കാണുമായിരിക്കാം. എന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ല എന്നുള്ളതല്ലേ വലിയ വിഷയം. അതൊക്കെ കറക്റ്റ്. ഞങ്ങൾ പിന്നെ ആ കുട്ടിയെടുത്ത് പോയി. 3 പിള്ളേരും ഒരമ്മയുണ്ട്. അവരെടുത്ത് പോയി ഞങ്ങൾ അവരോട് സംസാരിച്ചു. അത് പറഞ്ഞു, ഈ മേഡമൊക്കെ യൂട്യൂബിൽ പറഞ്ഞ് സകല കാര്യങ്ങളും സത്യം കേട്ടോ. എല്ലാ കാര്യങ്ങളും സത്യമാണ്. എല്ലാ കാര്യങ്ങളും 100%. കാരണം ഞങ്ങൾ പോയി, നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സിലിരിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് അവർ ഞങ്ങളോട് അന്നേരം ഞാൻ ചോദിച്ചു. അന്നേരം ഈ ഇവർ തന്നെ പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇവരെ ഇങ്ങോട്ട് മാറ്റാൻ കാരണം എന്തോന്നു. ജീവമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ലൈസൻസ് ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു. ലൈസൻസ് ഞങ്ങളത് ഇൻസ്പെക്ഷനൊക്കെ പോകാറുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം നമ്മളോട് അവർ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചേ ആയിരിക്കാം. അവർ തന്നെ പറഞ്ഞു ആയിരിക്കാം അവർ നമ്മളോട് ഇങ്ങനെ സംസാരിക്കാം, എല്ലാം ഓക്കെയാണ്. പക്ഷേ പിന്നെ ഇങ്ങനെ ഒരു ഇതുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളെന്താ പറയുന്നത്, നമ്മളോട് ഞങ്ങൾ കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവരുടെ അടുത്ത് പോകാനും അങ്ങനെ നമ്മൾ സമ്മതിക്കത്തില്ല. പിന്നെ ഇങ്ങോട്ട് മുൻപോട്ട് വരുന്തോറും ഈ കൊച്ചുങ്ങൾ എന്തെങ്കിലും കാര്യം അവളോട് അവരെല്ലാം ബ്രേക്ക് വെച്ചേക്കോ, അവരെ പേടിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി. എൻ്റെ പൊന്നു മേഡം സത്യം കേട്ടോ, ദൈവദൂതനാണ് നിങ്ങളൊക്കെ. കാരണം ആ കുഞ്ഞുങ്ങൾ അവിടെ രക്ഷപ്പെടുത്തി. ആ ഒരൊറ്റ ദിവസം ഞങ്ങൾ ഇന്നലെ ചെന്ന് കണ്ടപ്പോഴും കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ എന്തോ ഒരു അന്തരം ഉണ്ടെന്നറിയാമോ. കുഞ്ഞുങ്ങളെ സന്തോഷം, പെട്ടെന്ന് കുഞ്ഞുങ്ങളെ മാറ്റങ്ങൾ സംഭവിച്ചത്. അവിടെ നമ്മൾ ആ മഹിളാ മന്ദിരത്തിലുണ്ടല്ലോ, എന്തൊരു ഹാപ്പി ആയിട്ട് അവർ ഓടിച്ചാൽ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങളെല്ലാം അവർക്ക് കഴിക്കാം. അവർ മൊത്തം അത് സെർവ് ചെയ്യാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തോ ഒരു ഹാപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് അവർക്കല്ല, അവർ പറഞ്ഞു ഞങ്ങൾക്കെല്ലാം അറിയാം. നമ്മളെന്ത് ചെയ്യുന്നത്, അവിടെ തലപ്പത്തിരിക്കുന്നവർ പറയുന്നില്ലേ ഇവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ.
എന്നാലും ഇത്തിരി കൂടിയ ഹറാമ്പറപ്പായി പോയി. അയ്യോ അറാമ്പറ പോകുന്നത് ചെറുതൊന്നുമല്ല. എന്നിട്ട് ഞങ്ങൾ ഇവളോട് വന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് പല ദിവസം 3 ദിവസങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ ശരി ഫുഡൊക്കെ എങ്ങനെയായിരുന്നു എൻ്റെ മുന്നേ ചേച്ചി ഇത് പറയാതിരിക്കുന്നത്. രാവിലെ പുറത്തുനിന്നായിരിക്കും അപ്പോൾ ഓർഡർ ചെയ്യുന്നത്, കറി ഇവിടെ ഉണ്ടാക്കും. ചില ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ കഞ്ഞിയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വരും. പക്ഷെ കഴിക്കാൻ പറ്റത്തില്ല, അതുപോലെ അളിഞ്ഞു ഒളിഞ്ഞിരിക്കുന്നതാ. പിള്ളേർ മിക്കവാറും ദിവസങ്ങൾ പിള്ളേർ കഴിക്കാതെ പോകുന്നത്. പല ദിവസങ്ങളിൽ അവർക്ക് ഉച്ചയ്ക്ക് മുളക് ചമ്മന്തി അരച്ച് അവർ കഴിച്ചിട്ടുള്ളത്. അവസാന നിമിഷം വന്ന് സാമ്പാറും മുളക് ചമ്മന്തി ഉള്ളായിരുന്നു പറഞ്ഞു. ഇട ദിവസങ്ങളെല്ലാം ഈ കറക്റ്റ് ആട്ടെ ഇവരിവിടെ വയ്ക്കുന്ന ഫുഡ് കഴിക്കത്തേ ഇല്ല ഈ മേഡം ഒന്നും. അവർക്ക് അപ്പുറത്ത് ചിക്കനും മീനും കുന്തവും കുറച്ചൊക്കെ അപ്പുറത്താ. ഇവർക്ക് എങ്ങനെങ്കിലും ആയാലും. പിന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷമുള്ളത് അന്നദാന ദിവസമായിരുന്നു. അന്ന് എല്ലാവരും ഹാപ്പിയുമാണ്. അത് ഇവർ കഴിക്കാൻ വരും, അത് കഴിക്കാൻ അവിടെ നിന്നെല്ലാം വരും, അത് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു. അത് പിന്നെ എന്നിട്ട് പറഞ്ഞു ഈ കൊച്ചൊത്തിരി കുഞ്ഞ് അത് അന്ന് ഈ പിള്ളേർ ഇവിടുന്ന് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ 2 അച്ഛന്മാരാണ് കേട്ടോ. ആദ്യത്തെ അച്ഛനെ സാമ്പത്തികം അവർക്ക് വസ്തുവൊക്കെ ഉണ്ടെങ്കിലും അന്ന് അങ്ങനെ പണങ്ങി ആരും വീട്ടുകാർക്ക് ബന്ധുക്കൊക്കെ സമ്മതിക്കില്ല. അയാൾക്കൊന്നും ഇല്ലാതെയായിരുന്നു ആ പയ്യനെ. അന്ന് ഇവരെല്ലാവരും അവനെ അങ്ങ് മാറ്റി കളഞ്ഞിട്ട് പിന്നെ അടുത്തവനെ ഈ കൊച്ചു സ്നേഹിച്ച് 2 കൊച്ചുങ്ങളുണ്ടായത്. അപ്പം മറ്റവർ കാണിയും വേണ്ടി ഉണ്ട്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമൊന്നുമില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങളായി 2ാം സമയം ഈ കൊച്ചിനെ ഉപദ്രവിക്കുമായിരുന്നു, മൂത്ത കൊച്ചിനെ. അങ്ങനെ ഈ പ്രശ്നം വന്നതും ഇങ്ങനെ ഒരു പ്രശ്നം അങ്ങനെയാണ് ഈ പ്രശ്നം അങ്ങ് രൂക്ഷമായതും. അന്ന് ആ ചെയർമാന് ഇവരുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ വന്നിരിപ്പുണ്ട്, ബാക്കി മേഡം എല്ലാം ഇരിപ്പുണ്ട്. വേറും സെക്സ് ചേർന്ന വേറും മോശമായ രീതിയാണ് അന്നായി. നമുക്ക് പ്രതികരിക്കാൻ അറിയത്തില്ലായിരുന്നു അന്നൊന്നും ഈ ചെയർമാൻ സംസാരം. പക്ഷെ ദൈവം തമ്പുരാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടല്ലോ, അയാൾക്ക് ആ ഒരു കേസിൽ തന്നെ അയാൾക്ക് പെടണ്ടായിട്ട് വന്നില്ലേ. അതും പോട്ടെ. എന്നിട്ട് ഇവള് പറഞ്ഞു ചേച്ചി അന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ കുറേ തുണികൾ എനിക്ക് വാങ്ങിച്ചു. എനിക്ക് വണ്ണമുള്ളതാ, അവൾക്ക് വണ്ണമില്ല, നെത്തോല് പോലും ഇരിക്കുന്ന വെച്ചാൽ അതെല്ലാം ഷേപ്പൊക്കെ അടിച്ചാൽ കൊച്ചു കൊണ്ടുവന്നു. എൻ്റെ പൊന്നെ മേഡം ആ തുണി ആ കുഞ്ഞ് ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഞാൻ അത് കണ്ടപ്പോൾ അതിശയപ്പെട്ടു പോയി. ഈ 1 വർഷം കഴിഞ്ഞപ്പോൾ ഈ കൊച്ചു ഈ തുണികളൊക്കെ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ പറഞ്ഞു ഞാൻ ചേച്ചി മോളെ നിങ്ങൾക്ക് തുണി വില. എൻ്റെ പൊന്നെ ചേച്ചി ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും വാങ്ങിച്ചു തന്നിട്ടില്ല. ഈ പിള്ളേർക്കും ഓരോരുത്തർക്കും അതല്ല പോട്ടെ. സായിപ്പും മദാമയും വന്നായിരുന്നു. ഈ സായിപ്പും മദാമയും വന്നപ്പം ഈ കൊച്ചുങ്ങൾ ഈ 3 പിള്ളേരെ എല്ലാം അടയ്ക്കാൻ കൂടി ഇരിക്കുന്ന കൊച്ചു പിള്ളേരാ. ഈ പിള്ളേരെ ഈ തള്ളയെല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇവരെന്തോ ഇംഗ്ലീഷ് പറഞ്ഞ് ഇവർക്ക് അറിയത്തില്ല. അവിടെ നിന്ന് സംസാരിച്ചു. പിന്നെ ഈ സായിപ്പ് എല്ലാം കൂടെ പോയപ്പോൾ ഒരു കെട്ട് സാധനം കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു. അതിനകത്ത് പാവയുണ്ട്, തുണിയുണ്ട്, വേറെ എന്തൊക്കെ പാക്കറ്റിനകത്ത് ഇവർക്ക് അറിയത്തില്ല. ഇത്രയും സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഈ പിള്ളേരെ ഈ സായിപ്പിനെ മുമ്പ് വെച്ച് തന്നെ സായിപ്പിനെ പൊട്ടിച്ച് മദാമയും കൂടെ ചേർന്ന് ഈ ഉടുപ്പെടുത്ത് കാണിച്ച് ഇങ്ങനെ ചേർത്തൊക്കെ വെച്ച് അകത്തൊക്കെ ചെയ്തു. ഇതെല്ലാം പോയപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ പന്ന പെണ്ണുമ്പോൾ അത് മൊത്തം എടുത്ത് ഇതുവരെ അത് കൊടുത്തിട്ടില്ല അവർക്ക്. എന്നിട്ട് എനിക്കറിയത് അതും പോട്ടെ. ഈ ഓരോരുത്തർ പണ്ട് കാലങ്ങളിലൊക്കെ ഇപ്പൊ ഓരോരുത്തർക്ക് പുതിയ തുണികളൊക്കെ അവിടെ കുഞ്ഞുങ്ങൾ കൊണ്ട് കൊടുക്കുന്നു പറഞ്ഞ് കൊടുക്കുമെന്ന് അവിടെ കൊണ്ടുവന്ന് ആ തുണികളെല്ലാം ഇവർ താമസിക്കുന്ന ഒരു ഗോഡൌൺ ഉണ്ടെന്ന്. ആ ഗോഡൌണിനകത്തോ കയറ്റിയിട്ടേക്കുന്ന തുണികൾ. എന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഇത്രയായി കുഞ്ഞുങ്ങൾ കൊടുക്കില്ലാതൊക്കെ വന്നല്ലോ. ആ സമയത്ത് അവിടെ നിന്നൊരു സ്റ്റാഫ് പറഞ്ഞു രമ്യ ബാ ഞാനത് തുറന്നു തരാം, എനിക്ക് ഇഷ്ടമുള്ള തുണികൾ ഇപ്പൊ ഇവിടെ ആരുമില്ല, അവിടെ ആരും ഇല്ലല്ലോ, അവൾക്ക് ആവശ്യമുള്ള തുണികളൊക്കെ അതിനകത്ത് നിന്ന് എടുത്തന്നു. പോട്ടെ ആ കൊച്ചിന് ബ്രേസർ ഈ പോകുന്നത് ഞാനും അതിന്റെ ചേച്ചിയും കൂടെ ചേർന്ന ബ്രേസറും അടിയിൽ കാണുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ഞങ്ങളന്ന് അത് അന്ന് കൊടുത്തു വിട്ടോണ്ടാ. നേരത്തെ കൊണ്ടു കൊടുത്താൽ ഇവർ കൊടുക്കത്തില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. ആ അവസാനം ഇവർക്ക് ഒന്നുമില്ല, അതിന്റെ ഹുക്കെല്ലാം പോയി. ഈ കൊച്ചി എന്ന് പറഞ്ഞ മേഡം എനിക്ക് ഇന്ന സാധനങ്ങളില്ല, ഇല്ലെങ്കിൽ അതൊന്നും ഇടണ്ട, വാങ്ങിച്ചു കൊടുത്തിട്ടേ ഇല്ല. സ്കൂളിൽ പോകുന്ന കൊച്ചാണ് അഭിരാമി എന്ന് പറഞ്ഞത്. അത് ഷെഡ്യൂൾഡ് കാസ്റ്റുമാണ്, എന്നാൽ അതിന് സ്റ്റൈഫൻഡ് കിട്ടുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ആ കൊച്ചിനെ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു ഇവിടുത്തെ സ്കൂളിൽ. എന്തായാലും അങ്ങോട്ട് മാറ്റുമ്പോൾ എന്തായാലും കിട്ടുമല്ലോ. ആ കൊച്ചിനോട് ചെരുപ്പ് പൊട്ടി ഒന്ന് വാങ്ങിച്ചു കൊടുക്കാം, എന്റെ സാലറിന്ന് പിടിച്ചോളാം പറഞ്ഞു. കൊച്ചിന് അവിടെ ജോലിയൊക്കെ കൊടുത്തു. എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നിനക്ക് എവിടുന്ന സാലറി പറ്റത്തില്ലെന്ന് വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ നിമിഷം ഈ കൊച്ചി ചെരുപ്പിടാതെ ഈ കാലും വേദന എടുത്താൽ സ്കൂളിൽ പോകുന്ന ഇപ്പൊ വന്ന കാലത്ത് ആർക്കാലും ഒരു ചെരുപ്പുണ്ടല്ലോ. അത് കഴിയുമ്പോൾ ഈ കൊച്ചി ഇങ്ങനെ ഇരുന്ന് കരയും വിഷമിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവസാനം പറഞ്ഞ വർഷയോടാണ് അവിടുത്തെ വർഷയോടാന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ ലാസ്റ്റിൽ. അത് കഴിഞ്ഞായിട്ടാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നത്. എണ്ണ അതൊക്കെ കറക്റ്റ് ആട്ടോ, എണ്ണ വില തയ്ക്കാനില്ല. സോപ്പ് മുറിച്ചു കൊടുക്കുന്ന കറക്റ്റാ, 10 രൂപയുടെ സോപ്പ്. എത്ര പേരാ അത് ഉപയോഗിക്കുന്നേ? അതെല്ലാം ഞങ്ങളൊന്നും പറഞ്ഞില്ല, അവൾ ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം. എന്നിട്ട് ഈ വീട്ടിൽ പോയിട്ട് കുഞ്ഞുങ്ങൾ വരത്തില്ലേ, ഇവർ കൊണ്ടുവരുന്ന വെണ്ണയ്ക്കകത്ത് കുഞ്ഞുങ്ങൾ ഇവരെല്ലാം ഉപയോഗിക്കുന്നത്. ഇവർ സാധനം കൊണ്ടുവരുന്ന മിക്കവാറും സാധനങ്ങൾ ഇവിടെ കയറ്റത്തില്ല, സമ്മതിക്കത്തില്ല അവര്. എന്നിട്ട് ഈ കൊച്ചിനെ ഈ മറ്റേ കൊച്ചിനെന്ന് പറഞ്ഞാൽ 2 വയസ്സോടെ ആവുന്നേ ഉള്ളായിരുന്നു അന്ന്. ആ സമയത്ത് ഇപ്പോൾ 2 വയസ്സായി. ആ കുഞ്ഞിനെ അന്ന് പാമ്പേഴ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു ആ കൊച്ചു വീട്ടിൽ പോയപ്പം. പാമ്പേഴ്സും പിന്നെ അതിന് വേറെ എന്തൊക്കെയോ ബേബി ക്രീമ്, ഷാമ്പു. ആ കൊച്ചു പിള്ളേരെ കൊച്ചിനോട് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിനോട്. ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുത്തെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ഫയർ ചെയ്തിട്ട് ആ കൊച്ചിനോട് വളരെ മോശമായിട്ട് അവർ പെരുമാറി. എന്നിട്ട് ആ സാധനം ഒന്നും കൊടുത്തില്ലെന്ന് അവരത് എടുത്തുകൊണ്ട്. എന്തൊരു സ്ത്രീ അവർ, എന്തൊരു ദുഷ്പത്തി അവർ, കുഞ്ഞിനത് കൊടുത്തില്ല. എന്നിട്ട് മൂന്ന് ചിലവർക്ക് പീരീഡ്സ് കൂടുതൽ കാണും കുറവ് കാണാം. ഈ 3 പാർട്സ് ഒരു ദിവസം കൊടുക്കത്തുള്ളൂ. അവർ പറയുവാണെങ്കിൽ അതിനകത്തിട്ട് ഉപയോഗിച്ചാൽ മതിയെന്ന് അവർ പറയുന്നത്. ചില പിള്ളേരുടെ ദേഹത്തെല്ലാം അത് പറ്റും. അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ അവർ പറയുന്നത് ആ കൊച്ച് അവിടെ. പിന്നെ വേറൊരു രഹസ്യം ഉണ്ടെന്ന് പറയാം. അത് മേഡം പറഞ്ഞാൽ മതി. ഈ പെൺപിള്ളേരും ഉണ്ടല്ലോ, ആൺപിള്ളേരെ അതിനകത്ത് വിളിച്ച് കയറ്റുമായിരുന്നു. അപ്പൊ എന്തൊരു സെക്യൂർ ഉണ്ട് അതിനകത്ത്. ഈ കൊച്ചു പറഞ്ഞു ഈ അപ്പുറത്തെ ഒരു വീടിന്റെ അതെന്നേരം നോക്കിക്കോണം, അപ്പുറത്തെ ഒരു വീടിന്റെ മതിലിന്റെ മണ്ടയിൽ കൂടെ കയറ്റി ഇപ്പുറത്ത് ഇറക്കുന്നത്. മതിലല്ല, ഈ ടെറസും ഇതുമായിട്ട് ഇങ്ങനെ ഇവരെ മതിലുമായിട്ട് യോജിച്ചതാ.
അപ്പൊ അതുവഴി കയറി അകത്ത് കയറ്റി അന്നേരം ഇവിടെ മുറിയിലും അങ്ങനെ ആയിരിക്കും വരുന്നത്, അതുകൊണ്ടായിരിക്കും പിള്ളേരും കയറ്റിയത്. അതെ അതെ. ആ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടെ ആണുങ്ങൾ വരുന്ന എല്ലാം. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞായിരുന്നു, ഈ കൊച്ചി ഇവരെല്ലാരും പറഞ്ഞു അവളെ ഞാൻ ഈ അനാമിക എന്ന് പറഞ്ഞപ്പോ എന്ത് പ്രശ്നം ഇവർക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ഇതെല്ലാം അപ്പുറത്ത് വെച്ചാണ്ട് ഇവര് ഗ്രില്ല് കൂട്ടി കൊല്ലോ ഈ കൊച്ചി കിടക്കാൻ. പിന്നെ കല്യാണത്തോടനുബന്ധിച്ച് അപ്പുറത്തെ വീട്ടിൽ പോയി കിടന്നത്. അത് പറഞ്ഞ് അവിടെ സ്ഥാപനം ഞാൻ പൂട്ടിയിട്ടേ അടങ്ങത്തുള്ളൂ അനാമിക പറഞ്ഞായിരുന്നു. എന്തോ അങ്ങനത്തെ വിഷയം ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കൊച്ചിന്. അവൾ വന്ന് അവിടുത്തെ അവരുടെ കൂട്ടുകാരോട് പറഞ്ഞു. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞൊരു കൊച്ചിന് ആ കൊച്ചിനെ ഇവരെ ഉപദ്രവിക്കും കേട്ടോ, അതൊക്കെ കറക്റ്റാ, ശരിക്കും ഉപദ്രവിക്കും എന്ന് പറഞ്ഞു. ഈ കൊച്ചിന്റെ ആക്ഷൻ എടുക്കൂലേ? അവരിനി ആക്ഷൻ എടുക്കത്തില്ല കുട്ടികളെ ഉപദ്രവിച്ചേനെ? അതൊന്നും അറിയത്തില്ല. എന്നിട്ട് ഈ ഒരു ചൈനക്കാരിയോ ജപ്പാൻകാരി കൊച്ചുമാണ്ടുണ്ടായിരുന്നു കേട്ടോ, ആ കുഞ്ഞിനെ ഇതുപോലെ ഉപദ്രവിച്ചായിരുന്നു. അത് ഞങ്ങൾ മഹിളാ മന്ദിരത്തിൽ ചെന്നപ്പോഴും പറഞ്ഞായിരുന്നു. ഇത് അവിടുത്തെ ഒരു സ്റ്റാഫ് അടിച്ചു. അത് കണ്ട് ഈ വർഷ എന്ന് പറഞ്ഞ കൊഞ്ച് പേരക്കമ്പ് ഒട്ടിയിട്ട് കൊച്ചിനെ ഒന്ന് അടിച്ചെന്നു. ആ കൊച്ചിനെ അവിടുന്ന് ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റി. എല്ലാ പിള്ളേരും ശരിക്കും ഉപദ്രവിക്കും, ശരിക്കും അവർ ഉപദ്രവിക്കും എന്ന് പറഞ്ഞു, ശരിക്കും ഉപദ്രവിക്കും. അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇതാ വേസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ അമ്മമാർ അവിടുന്ന് റൂമും കണ്ട് ആ മൂത്രവും മലമൊക്കെ ഇല്ല അത് കഴുകി ഈ പിള്ളേർക്ക് ഫുഡൊക്കെ കഴിക്കുന്ന ഒരു ഭാഗമുണ്ട്, അവിടോട്ടായി ഒഴിക്കുന്ന ഒരു വെച്ചിട്ടുണ്ടെന്ന്. ഭയങ്കര ദുർഗന്ധമാണെന്ന് പറഞ്ഞു. ഒത്തിരി അങ്ങനെ അതിനകത്തൊന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അവിടെ എല്ലാം ഗ്രില്ലിട്ട് കൂട്ടിയിട്ടേക്കൂല്ലേ, അങ്ങോട്ട് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല, അവർക്ക് ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങാം. അവരോരോ ദൈവം തമ്പുരാൻ ഞങ്ങൾ നിലകൾ കേട്ടോണ്ടാ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടും. ഞങ്ങൾ എത്രയോ നാളുകൊണ്ട് ദൈവത്തോട് കിടന്ന് നിലവിളിക്കുവാണ്. എങ്ങനെയെങ്കിലും ചേച്ചിമാർ ഇനി അവിടെ നിന്ന് ഈ കൊച്ചിങ്ങനെ ഒരു കേസ് എൻ്റെ 25-ാം തീയതി വിളിക്കുന്നുണ്ട്, അതിന് ശേഷമേ നമുക്കറിയത്തുള്ളൂ. എന്തായാലും ഇവരെ വിടുമെന്ന് പറയുന്നുണ്ട്, ട്രയൽ വരണം, അതനുസരിച്ച് ചോദിച്ചതിന് ശേഷമേ അത് വിടാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ്. ജാമ്യം കിട്ടുമല്ലേ ആർക്ക്? ഇവർക്കോ? ആർക്കോ? മറ്റേ ഗിരിജയ്ക്ക് ജാമ്യം കിട്ടിയൊന്നുമില്ല. അതൊന്നും അറിയത്തില്ല, കുട്ടി കാണത്തില്ല. അറിയത്തില്ല. ഇനി അവിടെ നമുക്കിനി ബാക്കി ഇവിടെ പിള്ളേരും ഒന്നും നമുക്ക് അവിടെ മറ്റേ യാതൊരു കോണ്ടാക്റ്റും ഇല്ലല്ലോ. ഇപ്പൊ അവർക്കൊക്കെ ഭയങ്കര പിടിപാടില്ലേ, ഭയങ്കര കേട്ടോ, ഭയങ്കര ശരിയാ. അതൊക്കെ പറഞ്ഞു നമുക്ക് അവിടെ പോയിട്ട് പോകുമ്പോൾ പേരൊരു വിജനമായ ആരോരും ഇല്ലാത്ത സ്ഥലം, എന്ത് സംഭവിച്ചാലും ആ ഉൾവനത്തിനകത്ത് എന്ത് നടന്നാലും ആരും അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്കൊക്കെ ഇനി പിള്ളേരെ ഒന്നും പോയി കാണാനൊന്നും പറ്റത്തില്ല അല്ലേ? നമ്മളെ കാണിക്കൂല അവര്. ഇല്ല, അല്ലെ പിന്നെ അവരുടെ പേരൻസുമായിട്ട് പിന്നെ ഈ പുറത്തുനിന്നുള്ളവർ രഹസ്യം അറിയാൻ വേണ്ടിയൊക്കെ ഫോൺ കൊടുത്ത് പിള്ളേരെ വിടുമായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വിടാനായിരിക്കാം. അങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്തു. ഈ പെണ്ണ് പെണ്ണാ കേട്ടോ, ഈ അനാമിക എന്ന് പറഞ്ഞ പെണ്ണേ, അവളായിരുന്നു ഇവിടുത്തെ ചാരത്തി. പെണ്ണാ കൊച്ച്, ഒരു മനുഷ്യത്വം ഇല്ലാത്ത കൊച്ചാ കൊച്ചു. അതുകൊണ്ട് അനുഭവിച്ചത് എല്ലാം എന്തായാലും കിട്ടി. ഇനി സാധനം നടത്തുമോ ഇനി? പെൺകുട്ടികളെ ഒരിക്കലും ഇല്ല. ഇത്രയും ക്രൂരിറ്റി കാണിച്ചാൽ അവർക്ക് കൊച്ചുങ്ങളെ കൊടുക്കണ എങ്ങനെയാണ്? അമ്മമാരെ സേഫ് ആക്കണം. ഈ അമ്മമാരെ ഇനി അവിടുന്ന് വിട്ടു കൊടുക്കും. അത് വിട്ടു തരണ്ടേ? അമ്മമാരെ ഉപദ്രവിച്ചതിന് തെളിവുണ്ടല്ലോ, ഐ വിറ്റ്നസ് ഇരിക്കല്ലേ, ശരി. അവർക്കൊന്നും ഫുഡൊന്നും കൊടുക്കത്തൊന്നുമില്ല. ഇത് ശരിയാ. അതൊക്കെ അവർ ഈ കൊച്ചും പറയാം അവിടെ വൃത്തിയാക്കാനും കഷ്ടം. ഈ കൊച്ചിനെയും കൊണ്ട് ഈ കൊച്ചിന് വന്നത് ഈ വാദം ഉണ്ടായിട്ട് ഈ വിരലുകളെല്ലാം നമ്മൾ ചോറ് ഉരുട്ടുന്ന നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കത്തില്ല, ചോറ് ഉരുട്ടാൻ നേരത്തെ അതുപോലെ ഇരിക്കും. ആ വേസ്റ്റുകൾ ഇവരെ പാർട്സ് പീരീഡ്സ് കഴിഞ്ഞുള്ള പാടുകൾ മൊത്തം കത്തിക്കാൻ ഈ കൊച്ചിനെ ഏൽപ്പിച്ചേക്കണേ. അതെ, കിച്ചൺ ക്ലീൻ ചെയ്യാൻ, അങ്ങനെ വേസ്റ്റ് എന്തുണ്ടെന്ന് അറിയാൻ എടുത്തോണ്ട് കളയാനൊക്കെ. അതൊന്നും ഈ കൊച്ചിനൊന്നും വയ്യാത്ത കൊച്ചൊക്കെയാ. എന്നിട്ട് അന്ന് ആ കൊച്ചിപ്പോൾ ഒരു 1.5 വർഷമായി. ആദ്യ സമയത്ത് ഇവർ ഗ്ലൗസ് ഒന്നും കൊടുക്കാത്തൊക്കെ സത്യം. ഈ കൊച്ചിനൊന്നും കൊടുത്തിട്ടില്ല. അമ്മമാരുടെ മലവും മൂത്രങ്ങളെല്ലാം കൈകൊണ്ടായിരുന്നു ഇവർ പോയിരുന്നത്. ആ തുണിയും പേപ്പറൊക്കെ വെച്ചായിരുന്നു ഉപയോഗിക്കുന്നത്. അതൊക്കെ ഒരു വൃത്തികെട്ട രീതിയിലായിരിക്കും കിടക്കുന്നു പറഞ്ഞു. അത് എന്തോ 26 വയസ്സുള്ള കൊച്ചൊക്കെ എന്തോ ചെയ്യാൻ അതിനകത്ത്. അതൊരു നെത്തോലി പോലും ചെയ്യുന്നു. പക്ഷെ ആരോഗ്യം ഉണ്ടോ? 3 പിള്ളേരുണ്ടെന്നേ ഉള്ളൂ. അതിനെ കൊണ്ടൊക്കെ ഈ കിടന്ന് കഷ്ടപ്പെടുത്തിക്കുന്നത്. എന്നിട്ട് 2 കൊച്ചുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്ത് നമ്മളൊരു ഞാൻ ആ ഫോട്ടോ എൻ്റെ ഇട്ടുണ്ടായിട്ട് തരാം. പൊട്ട് കമ്മലുണ്ടല്ലോ, കുഞ്ഞു കമ്മല്, കുഞ്ഞ് എന്ന് ഒരു കണ്ണിലിട്ടറിയാൻ പറ്റാത്ത കുഞ്ഞു കമ്മല് ആ പിള്ളേർക്ക് 2 പേർക്ക് വാങ്ങിച്ചു കൊടുക്കും. 2 പ്രാവശ്യം കേട്ടോ. അത് അവരുടെ ശമ്പളം. പിന്നെ ഇന്നേ വരെ അതല്ല ഈ പോകുന്ന അന്ന് വരെ കുഞ്ഞുങ്ങളായിട്ട് ജോലി ചെയ്യിപ്പിച്ചേ അവിടെ ആ കൊച്ചിനെ. ഇത് മക്കളുടെ കാര്യമാണോ പറയണേ? യാറെ? ഗോപികയുടെ മക്കളുടെ കാര്യമാണോ? ഗോപികയുടെ അല്ല, രമ്യ എന്നായി കൊച്ചിന്റെ പേര്. രമ്യ 3 പിള്ളേരുമാണ്. രമ്യ, അഭിരാമി, സുരഭി, സ്വരലക്ഷ്മി 3 പിള്ളേർ. കഷ്ടമുണ്ട് എന്തോ ഒരു. ഞാൻ ഇനിയില്ല ഡോക്ടർ സുനിലമ്മാമ ഉണ്ടല്ലോ നമ്മളെ പത്തനംതിട്ടയുള്ള, വീടൊക്കെ വെച്ച് കൊടുക്കുന്ന അറിയാമോ? നമുക്കറിയാം. നമ്മുടെ വീടിന്റെ അടുത്ത് അമ്മാമ്മയുടെ വീട്, അവരുടെ കുടുംബ വീട്. ഞങ്ങളോട് നല്ലൊരു അറിയാം. ഞാൻ അമ്മാമ്മയോട് ഒന്ന് പറഞ്ഞിട്ട് ഈ കൊച്ചുങ്ങൾ വന്നിട്ട് ഇവർക്ക് ഒരു വീടൊക്കെ വെച്ച് കൊടുക്കാം. വീടും സേഫ് അല്ല കേട്ടോ. അതുകൊണ്ടും കൂടെ ഇത്രയും നാളവിടെ നിൽക്കട്ടെ എന്നൊക്കെ വിചാരിച്ചത്. അതുകളൊന്നും ഇല്ല, കഷ്ടം. അങ്ങനെ ഉള്ളത് പോകുമ്പോൾ കുറച്ചൊക്കെ അവർക്ക് ഒരു ഇത് കാണിക്കണ്ടേ അവരൊക്കെ. എല്ലാവരും വരുമ്പോൾ ഉണ്ടല്ലോ, അത് അവർ പറഞ്ഞ കറക്റ്റാ. അല്ലാത്തവരൊക്കെ കൂറ തുണി ഇട്ടുകൊണ്ടാ കൊച്ചുങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും ഗസ്റ്റ് വരുമെന്ന് അറിയുമ്പോൾ എല്ലാവരും കൂടി ചൊരുക്കിക്ക് അന്ന് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കൊണ്ടുവന്ന് നിർത്തും. ആ ദിവസം മാത്രം. അല്ലാത്ത ദിവസങ്ങൾ അതും ഇല്ല. വളരെ കഷ്ടം, വളരെ കഷ്ടം. അതുകൊണ്ടാണ് അവിടെ വരുന്നവർക്കൊന്നും മനസ്സിലാകാതെ പോയത്. അല്ല, വരുന്നവർക്കെല്ലാം മനസ്സിലാവുന്നവരും ചെയർമാൻ്റെ അണ്ടറിലായിരുന്നു ഇവര്. ചെയർമാൻ നിയന്ത്രിക്കുന്നതിനകത്തും ചെയർമാനെ ഇവര് നിയന്ത്രിച്ചുകൊണ്ടും കൂടി ഇരിക്കുമല്ലായിരുന്നു. അതുമല്ലായിരുന്നു. അന്നേരം അതിന്റെ കീഴിലുള്ള അവർക്കൊക്കെ ചുമ്മാ വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് പോയെന്നല്ലാതെ അവിടെ കാര്യമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തിയതോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പിള്ളേരെ വിളിച്ചത് സംസാരിക്കുകയൊന്നും ചെയ്തായിരുന്നെങ്കിൽ അത് അന്നേ അറിഞ്ഞേനെ. ഇത് ചുമ്മാ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ ഇവരും കൂടെ വന്ന് നിൽക്കുമ്പോൾ ആരെങ്കിലും തുറന്നു പറയുമോ? ജീവനെ പേടിയുള്ള ആരെങ്കിലും തുറന്നു പറയുമോ? ആരും പറയത്തില്ല. ഇപ്പൊ അവരെങ്ങനെ ആക്ഷൻ എടുത്തത്? പിള്ളേരെ ഒറ്റയ്ക്ക് വിളിച്ച് നിർത്തി ചോദിച്ചതല്ല. അതുകൊണ്ട് അവരിപ്പോൾ ആക്ഷൻ എടുത്തത്. അല്ലെങ്കിൽ അവരെടുക്കുമായിരുന്നു.
നമ്മളിവിടെ വേറൊരു ടീമുണ്ട്, അവര് ഇങ്ങോട്ട് വിളിച്ചിട്ട് കാണാൻ വരുന്നെങ്കിൽ വന്നോളാൻ പറഞ്ഞു കൊച്ചുങ്ങളെ. കാണണമെങ്കിൽ വന്നോ, പക്ഷെ അവര് മെന്റലി അത് നമ്മൾ വല്ലതും ചോദിച്ചാൽ അവർക്ക് വിഷമം വരുവേ. അപ്പൊ ഞാൻ പറഞ്ഞു 2 ദിവസം കൂടെ പോട്ടെ, അവർ 2 ദിവസം കൂടെ സ്വസ്ഥമായിട്ട് നിൽക്കട്ടെ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ മനസ്സിന് ബലം വരും. അപ്പൊ നമുക്ക് പോയി ചോദിക്കാം എന്തായിരുന്നു എന്നുള്ളത്. അപ്പോഴവര് പറയും എന്ന് പറഞ്ഞു. അപ്പൊ അവരൊന്നാ ശരി എന്ന് പറഞ്ഞു. 2 ഡേയ്സും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വെച്ചു. ഈ ഇത്രയും പിള്ളേർ 42 പിള്ളേരുണ്ടെന്ന് അവര് പറഞ്ഞു കേട്ടോ മൊത്തം. ആ മേഡം പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു 42 പിള്ളേരെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കാണുമെങ്കിൽ അത്രയും കാര്യമായിരിക്കും. ഈ 42 പിള്ളേരെ നിങ്ങൾ കാണണമെന്ന് പറയണം. അങ്ങനെ വേണം ചെയ്യാൻ. അല്ലാതെ നമ്മളിപ്പോ അല്ലാതെ കുറച്ച് പിള്ളേർ എല്ലാവരും അഭിപ്രായം അറിയട്ടെ. പിള്ളേർ പറയും ആരെങ്കിലും പിള്ളേരോട് സംസാരിക്കാൻ വേണ്ടി പിള്ളേർ കാത്തിരിക്കുമോ? കഷ്ടം. അതോ ദുഷ്ടത്തിയാന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അവൾ അതിൽ പണം എടുത്ത് അത് എന്തോ ഒരു ആഡംബരം. ഞാൻ അവർക്ക് എന്റെ നമ്പർ സേവ് ചെയ്തോണ്ട് അവർ നമ്പർ ഞാൻ സേവ് ചെയ്തോണ്ട് സ്റ്റാർട്ട് എന്തോ മേഡം ഓരോ ദിവസം അവർ പോയി ഓരോ സ്റ്റിച്ചിങ് സെന്ററിൽ പോയി തയ്ച്ചോണ്ട് വരുന്നത്, അല്ലെങ്കിൽ പിന്നെ തുണിയെടുക്കാൻ പോയി നിൽക്കുന്നത്, ബ്യൂട്ടി പാർലറിൽ പോകുന്നതിന്റെ എല്ലാ സ്റ്റാറ്റസുകളും ഇങ്ങനെ വരുവാണേ. അവർ എന്തോ ഡാൻസ് കളിക്കുന്നതിന്റെയോ റീൽസ് കളിക്കുന്നതിന്റെയോ കടച്ചാണിക്ക് സാകലും അവർ തന്നെയല്ലേ ഭയങ്കര അവരെ നമിക്കണം കേട്ടോ. അവരാണ് കൂടുതലും. എന്നിട്ട് അവർ പറയാം എനിക്ക് പേടിയുണ്ട്. പക്ഷെ എന്നോടാ ഈ മുളകുടി വരുദേശം എന്ന് പറഞ്ഞില്ലയോ, അത് ആരുടെയൊക്കെ പേരായിരുന്നു മേഡം? അത് അമ്പിളി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഇല്ലേ, അവരുടെ മകളുടെ ദേഹത്താണ് ഇട്ടിരിക്കുന്നത്. ഒരു മോൾ. അന്ന് അവിടെ നിന്നവർ പറഞ്ഞു. ഞാൻ പക്ഷെ രമ്യയോട് ചോദിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചു രമ്യ നിന്നെ എന്തെങ്കിലും മാനസികമായി എന്റെ പൊന്നു ചേച്ചി പിന്നെ അവരെ അടിക്കാനൊക്കെ അവളെ അഭിരാമി അടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ഇടയ്ക്ക് കയറുമായിരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ആ കുഞ്ഞിനെ അടിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ കിടന്ന് വയ്ക്കാൻ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരുന്നു പറഞ്ഞു. ഒരു കൊച്ചു പ്രതികരിച്ചത് ഞാൻ ആ കൊച്ചിനെ അവിടുന്ന് ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കൊച്ചിനെ അവിടെ മാറ്റിയൊക്കെ ചെയ്തു പറഞ്ഞു. ആ കൊച്ചു അവർ പ്രതികരിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഒരു പ്രാവശ്യം. പിള്ളേരല്ലേ ടീനേജ് പ്രായ പിള്ളേരാകുമ്പം പ്രതികരണ ശേഷി അവിടെ ചില പിള്ളേർക്ക് ഈ അപ്പനും അമ്മയൊക്കെ വിദേശത്തുള്ളവരൊക്കെ ഉണ്ടെന്ന് അതിനകത്ത്. അപ്പൊ അവര് താൽക്കാലികമായി പഠിത്തം നല്ല എന്താന്ന് വെച്ചാൽ അങ്ങനെയുള്ള രീതിയും വിട്ട പിള്ളേരുണ്ടെന്ന് ഇതിനകത്ത്. അപ്പൊ അവരൊക്കെ ഈ വീടുകളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ ഓരോ സാധനങ്ങളെ കൊണ്ടൊന്നും ഇവർക്കൊന്നും കൊടുക്കാൻ പറയും. ഇത് ഒളിച്ചും പാകത്തൊക്കെ ഇതിനകത്ത് കൊണ്ട് കയറ്റുന്നത് എങ്ങനെ കൊണ്ടുവരാൻ അവരെല്ലാം ചെക്കിങ് ചെയ്തിട്ട് അകത്തും കയറ്റത്തുള്ളൂ. അതൊക്കെ ഭയങ്കര ഒത്തിരി അനുഭവിച്ചു കേട്ടോ. 1.5 വർഷമൊക്കെ കുഞ്ഞുങ്ങളൊക്കെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? ഫുഡുണ്ടോ? പിള്ളേരെയൊക്കെ കണ്ടാലും പറയാം ഫുഡുണ്ടോ? ഫുഡില്ല, ഒന്നുമില്ല. എന്തൊരു കഷ്ടം. സ്ത്രീ എങ്ങനെ ഇവരൊക്കെ ഇത് കഴിയും? അവര് കണ്ടില്ല കൊഴിച്ച് അടിച്ച് മക്കളും മരുമക്കളും എല്ലാം നല്ല ഇതിലല്ലേ അവരൊക്കെ ഇരിക്കുന്നത്. അവർക്ക് എന്തോ ആ മോൻ തന്നെ എന്തോ അണ്ണാ ചെറുക്കനെ. ആദ്യം ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പം അവൻ ഗൾഫിൽ നിന്ന് വന്നയാണെന്ന് പറയും. അപ്പൊ അന്ന് അവൻ ഓഫീസിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഇതെന്റെ മോനാണ് ഓഫീസിൽ നിന്ന് ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നയാണെന്നൊക്കെ പറഞ്ഞ് അവർ ഞങ്ങളെ പരിചയപ്പെടുത്തിയൊക്കെ ചെയ്തു. നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് എത്ര പ്രാവശ്യം അവരെയൊക്കെ കൈയും കാലും പിടിച്ചിട്ട് വേണം പറയും അതിനകത്തൊന്ന് കയറി കാണണമെങ്കിൽ. മിക്കവാറും അത് ഫോൺ ചെയ്യാൻ അവർ കൊടുക്കത്തില്ല. ഇപ്പൊ വിളിക്കാം അല്ലെ ഗസ്റ്റ് ഉണ്ട് ചുമ്മാ പറയും. ഗസ്റ്റും ഒന്നും ഇല്ല ചുമ്മാ പറയുമോ. ചുമ്മാ പറയുന്ന ആദ്യ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞൊക്കെ ആയിരിക്കും പിന്നെ മാറി ഇഷ്ടം പോലെ. പിന്നെ എല്ലാം കാശ് കൊടുക്കുമായിരുന്നു കേട്ടോ. അന്നദാനത്തിനെ കാശ് കൊടുക്കുമായിരുന്നു അവിടെ. ഈ സായിപ്പ് വന്നപ്പോഴുണ്ടല്ലോ ബിരിയാണി ആരും പിള്ളേർക്കെല്ലാം കൊടുക്കണമെന്ന് കണ്ട് പറഞ്ഞു. അങ്ങനെ ഏതാണ്ട് കൊടുക്കാം അത് ഏതാണ്ട് കുറിച്ച് പറഞ്ഞു. ഞാനത് വിട്ടുപോയി. അത് അവൾ അന്നേരം വേറെ അവിടുത്തെ മേഡം ഏതാണ്ട് വിട്ടുപോയത് അത് ഏതാ കുറിച്ച് പറയുന്നത് കേട്ടു. അങ്ങനെയൊക്കെ കുറെ കാര്യം ചെയ്യാം. ഈ മുളക് പൊടി ഇടി വെട്ടി പോകുന്ന ഇവിടെ തലയിൽ ഇടി വെട്ടാത്ത എന്താന്ന് അറിയത്തില്ല. ഇങ്ങനെ ആ പിള്ളേരുടെ ശാപം വെറുതെ വിടുവോ ഇവിടെ? വെറുതെ ഒന്നും നടത്തില്ല. ജീവിതത്തിൽ അവര് താമസം നടത്തരുത്. ഇനിയെങ്കിലും അവര് ഒളിച്ചു നടക്കുന്ന ഗവൺമെന്റ് സപ്പോർട്ട് ചാനലുകാർക്കൊന്നും പേരില്ല. ശരി. ഒരു ചാനലും ആ വാർത്ത വന്നിട്ടേ ഇല്ല ഇല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പാവപ്പെട്ടതിന്റെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാ ഇല്ലാത്തതുള്ളതെല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇത്? ചിറ്റയും 24 മണിക്കൂറും ഫോട്ടോ എടുത്ത് നടക്കുമല്ലായിരുന്നു. ചിറ്റയും ഗോകുമാറി അയാളുടെ പേര് അതിനകത്ത് ഉള്ളത് കൊണ്ടായിരിക്കും തോന്നുന്നു ഇത് കൂടുതൽ ഇങ്ങനെ ഒതുക്കുന്നത്. അയാളുടെ പേര് ഉള്ളതെന്ന് വെച്ചാല് അയാളിങ്ങനെ ഫോട്ടോയിലൊക്കെ നിറഞ്ഞു നിൽക്കുകയല്ലേ? അവിടെ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ അല്ല ചെയർമാന്റെ മുട്ടയുടെ ഈ പ്രാവശ്യം പോയപ്പോ എനിക്കൊന്ന് അവരെ ഓഫീസ് അവര് നേരത്തെ അവരുടെ ഓഫീസ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അലൂമിനിയം ഫാബ്രിക്കേഷൻ ഇട്ട ഒരു ഡോറായിരുന്നു. ഒരു ഗ്ലാസ് അങ്ങനെ ഒരു ഡോറായിരുന്നു. സിമ്പിൾ ആയിട്ട് സാധാ പൂട്ടിട്ട് പോയി. ഇപ്പൊ അവിടെ ഗ്രില്ലായിട്ടേക്കുന്നു. നല്ല കനത്തിലെ ഗ്രില്ല് അവരെ ഓഫീസിന്റെ ഫ്രണ്ടില്. ആരും അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയായിരിക്കും. പിന്നെ സന്ധ്യാപല്ലവി പറഞ്ഞ മേഡം കേട്ടായിരുന്നോ? അവരെവിടെ ഒരു തറ ഇളക്കണമെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കേട്ടായിരുന്നോ? അവിടെ എന്തോ ഗുഹയോ എന്തോ ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഞാൻ സന്ധ്യയുടെ കാണാറില്ല. ഇല്ല അവരുടെ തീരെ കാണാറില്ല ഞാൻ. എനിക്ക് എന്താന്നറിയത്തില്ല. അവരുടെ തീരെ കാണാറില്ല. സന്ധ്യാപല്ലവി കുറെ ഇപ്പൊ എത്ര യൂട്യൂബേഴ്സാണ് ഇതുവരെ എല്ലാം മാറ്റി കയറിയിരിക്കുവായിരുന്നു. എല്ലാവർക്കും പേര് കാണാം. എല്ലാം അറിയത്തില്ലെല്ലാം പേടി എല്ലാവർക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ളത് പുറത്തുകൊണ്ട് എന്തെയുമേ അമ്മമാർ ഞങ്ങളും അങ്ങ് പ്രാർത്ഥിക്കും കേട്ടോ. അമ്മമാരെ സേഫ് ആക്കണവരെ നമ്മൾ പ്രവർത്തിച്ചേ പറ്റും. അന്നേരം ഞാൻ ഒരു കാര്യം ഈ എല്ലാ സ്ഥാപനത്തിലും ഇങ്ങനെയൊക്കെ കാണുമായിരിക്കുമോ ഈ അമ്മമാര്? നമ്മളിപ്പോ ആഹാരം കൊടുക്കാതെയൊക്കെ എങ്ങും കഷ്ടപ്പെടുത്തിയൊന്നും ഇല്ലെന്നേ. കഷ്ടം സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു വിസിറ്റിംഗ് ചെയ്യണം ഇല്ലയോ ഇടയ്ക്കൊക്കെ?
ചുമ്മാ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ സ്റ്റാഫായിട്ടൊക്കെ ചുമ്മാ അങ്ങ് കയറി ഇരിക്കുകയൊക്കെ വേണം, എന്നാലൊക്കെ ഇതൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ. അറിയാൻ പറ്റുള്ളൂ, സത്യം. അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ അതങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യണം. അത് നമ്മൾക്കൊക്കെ അറിയാമെന്നൊക്കെ ആരെങ്കിലും ചുമ്മാ എന്തെങ്കിലും തൂപ്പുമാരൊക്കെ മതി. തൂപ്പുമാരാകുമ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് കയറാമല്ലോ. ഈ CWC വെറും വേസ്റ്റ് ആണ്. അവർക്കത് ആക്റ്റീവായിട്ട് ആളെ ഇറക്കി അന്വേഷിക്കേണ്ടതാണ്. അങ്ങനെയൊക്കെയാണ് അന്വേഷണങ്ങൾ. ആന്ന് എല്ലാം ഈ മുതലും പറ്റിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഈ കൈക്കൂലി അല്ലയോ. ഇവന്മാരൊക്കെ ഇഷ്ടംപോലെ കാശ് കൊടുക്കുന്നതുകൊണ്ടാ. പക്ഷെ ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ രംഗത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ രംഗത്ത് ഇറങ്ങാമെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവരും കയറിയേ ഈ അവിടെ. പക്ഷെ ഇത് ഞങ്ങൾ ഇതിന്റെ ആരംഭത്തിൽ ഈ കൊച്ചുങ്ങളെ അവിടെ ആക്കിയപ്പോഴേ അതിന്റെ വീടിന്റെ അടുത്തുള്ള ആ സ്ഥാപനത്തിനോട് പണ്ട് മുതലേ താമസിക്കുന്നവര് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ അവരെ വീട്ടിൽ നിന്ന് ആ അമ്മാന്ന് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് കൊണ്ടുവന്നത്. അവർ ഞങ്ങളുടെ ആരംഭത്തിലേ പറഞ്ഞായിരുന്നു, എടേ അവിടെ നിന്ന് ആക്കരുത്, മഹാ പന്ന സ്ഥലം അത്, അവള് മഹാ ഫ്രോഡാ. കാരണം അവള് ഞങ്ങൾ 2 കുറ്റങ്ങളും 2 സ്ത്രീയും 2 പിള്ളേരുമായിട്ടാണ് ഫസ്റ്റിലെ അവരിവിടെ വന്നത്. വന്നു കഴിഞ്ഞിട്ട് ഇവരെയൊക്കെ വീടുകളിൽ ചെല്ലുമായിരുന്നു പൈസയ്ക്കും തുണികൾക്കൊക്കെ. അങ്ങനെ വാങ്ങിച്ചൊരു വാടക കെട്ടിടത്തിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരമ്മച്ചി മോനും കണ്ട്, മോനുണ്ടോ ഇല്ലെന്ന് എനിക്ക് ഞാൻ മറ്റൊരു ചോദിച്ചിട്ട് ഞാൻ പറയാം. അങ്ങനെ അവരാണ് ഈ വസ്തു ഇവരെ നോക്കാനുള്ളതിനകത്ത് എത്രയോ സെന്റ് ഇവർക്ക് കൊടുക്കുന്നത്. എനിക്കൊന്ന്